भीड़ से कहना नरेंद्र मोदी जी ये सीट हम आपको जिता देंगे, जरा स्टेज पे डांस कर लो और नरेंद्र मोदी डांस कर लेंगे। या फिर कहना उनसे नरेंद्र मोदी जी हम आपको चुनाव जितवा देंगे, आप 2-3 योगा के आसन कर दो, स्टेज पे योगा के आसन कर देंगे और चुनाव के एकदम बाद नाच गाना अदानी अंबानी जी कराएंगे। അവസാനം ഫയലൊക്കെ പുറത്തു വന്നു അല്ലേ. നമ്മളായിട്ട് ആരും പേര് പറയാനും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടിക്കുന്നു നമ്മുടെ നാട്ടിലെ സംഘ അല്ലെങ്കിൽ സംഘി കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ വെപ്രാളം പൂണ്ട് അവിടെ ഇവിടെ ഓടിപ്പിക്കാനോ നിൽക്കുന്നില്ല. കാരണം നമ്മളിതിനു മുമ്പ് 2 വീഡിയോ ചെയ്ത സമയത്തെ അത് വലിയ പ്രശ്നമായിരുന്നു. സംഘികൾക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിരുന്നു. എനിക്ക് വന്ന കോളുകളൊക്കെ പല പല സ്ഥലത്തു നിന്നായിരുന്നു. അങ്ങ് ഡൽഹിയിൽ നിന്ന് വരെ എനിക്ക് കോൾ വന്നിട്ടുണ്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്നും പറഞ്ഞിട്ട്. ചില നിയമക്കുരുക്കുകളും സാങ്കേതിക പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ ആ 2-3 വീഡിയോ അന്ന് കഴിഞ്ഞ മാസം കേട്ടോ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും അതിൻ്റെ ബാക്കി പത്രമായിട്ട് വിത്ത് പേരടക്കമുള്ള ചില ഇമെയിലുകൾ പുറത്ത് വന്നു. ഇനിയിപ്പോൾ നമ്മൾ പേര് പറഞ്ഞു എന്നുള്ള പേരൊന്നും വേണ്ട, ചില ഫയലുകൾ വന്നു, ചില ദൈവങ്ങളുടെ പേരൊക്കെ അതിലുണ്ട് എന്ന് കേൾക്കുന്നു. ഏതാണെങ്കിലും ദൈവം ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള കാരണം ഈ പറഞ്ഞ തേർഡ് റേറ്റ് അല്ലെങ്കിൽ ചെറിയ പിള്ളേരെ കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തൻ്റെ വാക്ക് കേട്ടിട്ടാണ് എന്ന് അതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല, പോയ സ്ഥലത്തുനിന്ന് ഡാൻസും പാട്ടുമൊക്കെ കളിച്ച് ട്രംപിനെ സുഖിപ്പിച്ചു, ട്രംപിന് വേണ്ടി പോയ കാര്യം നടത്തി, നൈറ്റ് വർക്ക്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ മോദിജിനോട് ഇപ്പോൾ പറയാണ് ഇവിടെ വന്ന് ഡാൻസ് കളിക്കും മോദിജി, അല്ലെങ്കിൽ ഇവിടെ വന്നൊരു പാട്ട് പാടും മോദിജി എന്ന് പറഞ്ഞാൽ മോദിജി ചെയ്യും എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കൊല്ലത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതായിരുന്നു ആ പ്രസംഗം. भीड़ से कहना नरेंद्र मोदी जी ये सीट हम आपको जिता देंगे, जरा स्टेज पे डांस कर लो और नरेंद्र मोदी डांस कर लेंगे। या फिर कहना उनसे नरेंद्र मोदी जी हम आपको चुनाव जितवा देंगे, आप 2-3 योगा के आसन कर दो, स्टेज पे योगा के आसन कर देंगे और चुनाव के एकदम बाद नाच गाना अदानी अंबानी जी कराएंगे। അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിലോ അല്ലെങ്കിൽ US എവിടെയോ പോയി ഡാൻസ് കളിച്ചുവെന്നോ പാട്ട് പാടിയെന്നോ പോയ കാര്യം സാധിച്ചുവെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. അറിയില്ല. ഏതായാലും ഇതിൽ ചില കാര്യങ്ങൾ ഒന്ന് പറയണം തോന്നി, അപ്പോൾ പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് 2019 മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടൊക്കെ അല്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കി നമുക്കറിയില്ല ആളുടെ ഒരു ഇമെയിലിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇയാളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ പിള്ളേരെ കൂട്ടിക്കൊടുത്ത് രാഷ്ട്രീയ കച്ചവടം ചെയ്യുന്ന, രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന, രാജ്യത്തലവന്മാരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന, പല ആയുധ കച്ചവടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, പല കോടീശ്വരന്മാരുടെയും വികൃതങ്ങൾ പുറത്ത് കാണിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു തേർഡ് റേറ്റ് എന്നും പറയാൻ പറ്റില്ല, വേറെ വല്ലതൊക്കെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരാളുടെ ഫയലുകളാണ് അത്. കഴിഞ്ഞ മാസവും അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ കുറച്ച് FBI ബ്ലാക്ക് ഔട്ട് ചെയ്ത് പുറത്തു വിട്ടു. ഇന്നലെ 30-ാം തീയതി അടുത്ത ഏകദേശം 30 ലക്ഷത്തോളം ഫയലുകളാണ് പുറത്തോട്ട് വിട്ടത്. ഏകദേശം 18,000 വീഡിയോസ് ഉണ്ട്, 1,80,000-ഓളം ഫോട്ടോസ് ഉണ്ട്. അതിൽ കാര്യപ്പെട്ട സകല ആളുകളും ഉണ്ട്, ട്രംപ് അടക്കം അതിലുണ്ട് എന്ന് നമുക്കറിയാം. ഇതുവരെ ഉണ്ടാവും ഇന്ത്യയിൽ ആരൊക്കെ അതിലെ പേരുകൾ ഉണ്ട് എന്ന് പറയാൻ മാത്രമല്ല, ആ പറഞ്ഞ ആളുടെ പേര് വിത്ത് ജെഫ്രി എൻസ്റ്റീൻ്റെ ഇമെയിലിൽ തന്നെ നമ്മൾ കണ്ടു. നമ്മുടെ പ്രധാന ജി ആയിരുന്നു ആ പേര്. ജി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് 2017 ജൂലൈ 4-ാം തീയതി അല്ലേ നമ്മുടെ ജിയുടെ സന്ദർശനം ഇസ്രായേലിൽ. നമ്മുടെ സംഘികൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ സകല സംഘ പരിവാണങ്ങൾ കൊട്ടിഘോഷിച്ച ഇന്ത്യയുടെ വിശ്വഗുരുത ഇസ്രായേലിലെത്തിയിരിക്കുന്നു, നമ്മളവിടെ എന്തോ തകർക്കുന്നു, പിടിക്കുന്നു, എടുക്കുന്നു, മടക്കുന്നു, ഉരുട്ടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഗുരു അവിടെ പോകാനുള്ള കാരണം എപ്സ്റ്റീൻ ആണെന്നും എപ്സ്റ്റീൻ പറഞ്ഞതനുസരിച്ച് ട്രംപിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രംപിനൊന്ന് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയതെന്നും അവിടെ പോയിട്ട് ഡാൻസ് കളിച്ചു, പാട്ടുപാടി എന്നൊക്കെ പറയുന്നുണ്ട്. പോയ കാര്യം നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് നമ്മുടെ ട്രംപ് ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. നമ്മുടെ ജി ട്രംപിനെ കണ്ടു, ട്രംപിനെ അന്ന് ഫ്രണ്ടാക്കി. അവസാനം ട്രംപിന് വേണ്ടിയിട്ട് അടുത്ത വർഷത്തിൽ വീണ്ടും വോട്ട് പിടിച്ചു. ട്രംപിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു, ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ട്രംപ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല, ഇന്ത്യ ഇല്ലെങ്കിൽ അമേരിക്ക ഇല്ല, അമേരിക്ക ഇന്ത്യ എന്ന് പറഞ്ഞാൽ AI ആണെന്നാണ് പറഞ്ഞത്. AI മത്ലബ് അമേരിക്ക, ഇന്ത്യ അമേരിക്ക, അതൊക്കെ നമ്മൾ കേട്ടതാണ്. AI का मतलब है आर्टिफिशियल इंटेलिजेंस, लेकिन मैं मानता हूं कि AI का मतलब है अमेरिकन इंडियन. അപ്പം ഇതൊക്കെ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കാണുമ്പം എങ്ങനെയാണ് ട്രംപ് സുഖിച്ചത് എന്ന് ഈ ഇമെയിലിൽ കൂടെ ഒക്കെ പുറത്തു വരുമ്പോഴേ, ഏതായാലും നമ്മുടെ വിദേശകാര്യ വക്താവ് അതിനെ
ഭയങ്കരമായിട്ട് പുച്ഛിച്ച് ഇതൊന്നും ചെറുത് അതിൽ അങ്ങനത്തെ ഫയലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞ ഒരു കാര്യം മാത്രമേ കറക്റ്റ് ഉള്ളൂ, ഏത് ട്രംപ് അവിടെ നമ്മുടെ ജി അവിടെ പോയിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാണ്ട് ഈ പറഞ്ഞ തേർഡ് റേറ്റ് പാർട്ടിയുടെ വർത്താനം കേട്ടിട്ടല്ല ജി അവിടെ പോയതെന്നും അതൊക്കെ തെറ്റാണ്, ഞങ്ങളത് പുച്ഛിച്ചു തള്ളുന്നു എന്നാ പറഞ്ഞത്. പക്ഷേ 2017 ജൂലൈ 5 നമ്മുടെ ജി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ 2017 ജൂലൈ 6, 7 തീയതികളിലാണ് ഈ ഒരു ഇമെയിൽ വരുന്നത്. ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയതാണെന്നോ അതെങ്കിൽ രാഹുൽ ഗാന്ധി എവിടെ പോയിട്ട് മലേഷ്യയിൽ പോയിട്ട് ഉണ്ടാക്കിയതാണോ എന്നും പറഞ്ഞ് ചാടി വികരുത് സംഘി കുഞ്ഞുങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിന് പണി കിട്ടാൻ പോകുന്നത്. ഇതൊന്നും ഒന്നലെയും വേറെ ആരും ഇട്ടതല്ല, ജെഫ്രിയുടെ തന്നെ അല്ലെങ്കിൽ എപ്സ്റ്റീൻ്റെ തന്നെ ഫയൽ വന്നതാണ്. അവിടെ പോയ ഡേറ്റ് ഏതാണ്? ഫ്രം ചേപ്പർ ടു ജെഫ്രി ഐൻസ്റ്റീൻ സബ്ജക്റ്റ് ഡേറ്റ് 6 ജൂലൈ 2017. അതായത് ജി പോയത് 4 ജൂലൈ. അപ്പോൾ അന്ന് തന്നെ ഈ മെയിൽ വന്നിട്ടുണ്ട്. അതായത് അവിടെ പോയ പിറ്റേന്ന് തന്നെയാണ് ഈ മെയിൽ നമ്മളിതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇനി ഇത് AI ആണ് കുത്തിക്കയറ്റിയതെന്നും പറയരുത് കേട്ടോ. നിങ്ങൾ ഇവിടെ കിടന്നിട്ട് ഗോതി മീഡിയ കാണിക്കുന്ന AI പരിപാടികളൊന്നും അല്ലത്. ഇത് അവിടെ നടന്നിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അതിൽ AI ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. ഇത് നിങ്ങളുടെ സംഘികളുടെ കൂട്ടത്തിൽ സംഘികളെ പറ്റിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഏതായാലും നമ്മുടെ വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സമ്മതിക്കില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. സംഘികളെ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് ഞങ്ങളില്ലേ, നമ്മുടെ ഗുരുവും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഇതൊക്കെ നമ്മൾ പുച്ഛിച്ച് തള്ളുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. We have seen reports from an email message from the so-called Epstein files that has a reference to the Prime Minister and his visit to Israel. Beyond the fact of the Prime Minister's official visit to Israel in July 2017, the rest of the allusions in the email are little more than trashy ruminations by a convicted criminal which deserve to be dismissed with the utmost contempt. കണ്ടല്ലോ, അതൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നമ്മുടെ ഗുരു ഉണ്ട്, പേടിക്കണ്ട. നമ്മൾ അന്നും ഇന്നും ഒക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം വ്യാപനം ഒന്നും ആവണ്ട. നമുക്ക് ഇന്ത്യക്കാർക്ക് മൊത്തം മോശമാണ്, നമ്മുടെ ഒരു പ്രധാനമന്ത്രിയൊക്കെ അല്ലേ, നമുക്ക് മൊത്തം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം വ്യാപനങ്ങൾ ഉണ്ടാവാണ്ടിരിക്കട്ടെ. ജസ്റ്റ് ഒരു ഡീലിൽ മാത്രം ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ച് കൂട്ടേണ്ട, വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നതിനാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നത് വേണ്ട, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. ഏതായാലും ഇങ്ങനെ വന്നിട്ടുള്ളത് ന്യൂസും കാര്യങ്ങളും. പിന്നെ ഇവർ മാത്രമല്ല കേട്ടോ, ഇയാൾ മാത്രമൊന്നുമല്ല, നമ്മുടെ എന്താ പറയുക, ബിൽഗേറ്റ്സിനെ പോലത്തെ ആളുകൾ അന്നേ വന്നിട്ടുണ്ട് പല ഫോട്ടോസും. അതിൻ്റെ ഭയാനക വേർഷനാണ് ഇന്ന് വന്നത്. ബിൽഗേറ്റ്സിൻ്റെ പല വീഡിയോസിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്ത് പോലും ഇടാൻ പറ്റില്ല, അത്തരത്തിലുള്ളതാണ്. എന്താ ചെറിയ കുട്ടികളാണ്, 8 മുതൽ 14 വയസ്സുള്ള പിള്ളേർ, ചെറിയ റഷ്യൻ പെൺകുട്ടികളുടെ കൂടെയാണ് പല വീഡിയോസും പുറത്തു വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ വന്ന് അവിടെ പോയി പല ആക്ടിവിറ്റി ചെയ്തത് കാരണം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരെ വന്നിട്ട് അത് സ്വന്തം വൈഫിനോട് പറയാൻ പറ്റാണ്ട് എപ്സ്റ്റീനോട് തന്നെ അതിനുള്ള ടാബ്ലറ്റ് വാങ്ങിച്ച് അത് വൈഫിനോട് വേറെന്തോ പറഞ്ഞ് കുടിപ്പിച്ച് പുള്ളി അത് കഴിച്ചു. അങ്ങനെ പല ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ ട്രംപണ്ണനെ ഒന്നും പറയാൻ വേണ്ട, ട്രംപണ്ണൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള അളവ് വരെ, മെഷർമെൻറ്റ് വരെ, പിള്ളേരുടെ മെഷർമെൻറ്റ് വരെ എടുപ്പിച്ച കണക്ക് ഇതിലുണ്ട്. അത് മാത്രമല്ല, ഈ ചെറിയ പിള്ളേരെ കൊണ്ട് ഓറൽ സെക്സ് വരെ ചെയ്യിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകൾ ഇതിലുണ്ട്. അത് ഭയങ്കരമാണ്. പിന്നെ എലോൺ മസ്ക് പറഞ്ഞിരുന്നു, ഞാൻ ഈ വഴിക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ സംഭവം പോലും കണ്ടിട്ടില്ല, എനിക്കറിയില്ല ആരാണ് ഇതെന്നൊക്കെ ചോദിച്ചിരുന്നു. അതേ എലോൺ മസ്കിൻ്റെ സൈഡിൽ നിന്ന് വന്ന മെയിൽ കോപ്പീസ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ എന്താ പറയുക, ആൾക്ക് ഒരു പാർട്ടി മൂഡിൽ ഞാൻ വരികയാണ്, എനിക്ക് പാർട്ടി ചെയ്യണം, എനിക്കിങ്ങനെ പിള്ളേർ വേണം അവിടെ, അല്ല അത്തരത്തിലുള്ളൊരു സമയം കാണിക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ വരേണ്ടത് എന്ന് അങ്ങോട്ട് ചോദിച്ച് വന്നിട്ടുള്ള ചില എന്താ പറയുക മെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഇതിലുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ പുറത്ത് വിടാൻ പറ്റാത്ത ഫോട്ടോസും പുറത്ത് പറയാൻ പറ്റാത്ത ന്യൂസുകളൊക്കെ ഇക്കൂട്ടത്തിൽ വന്നത്. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ 4 എന്നുള്ളത് മറ്റേ ഹർദീപ് സിംഗ് പുരിയുടെ പേരൊക്കെ വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളിയല്ല, പക്ഷെ ആ സമയങ്ങളിൽ പുള്ളി ന്യൂയോർക്കിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരാളായിരുന്നു. പുള്ളിയാണ് ഇവരെ കണക്ഷൻ്റെ ഇൻ ബിറ്റ്വീനിൽ നിന്നിട്ടുള്ള ആൾ ചില ന്യൂസുകൾ വന്നിട്ട് അന്നേ വന്നിരുന്നു. പക്ഷേ ഇപ്പം നോക്കുമ്പം, അതായത് ജൂണിൽ നമ്മുടെ ജി ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അമേരിക്കയിൽ പോകുന്നു. അത് കഴിഞ്ഞ് ആ സമയത്തുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം ജൂലൈ 4 തീയതി നമ്മൾ വിശ്വപൗരൻ നേരെ പോകുന്നത് ഇസ്രായേലിലോട്ടാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മെയിൽ കാണുന്നത്. ഏതാണെങ്കിലും ഇത് നിങ്ങൾ കണക്ട് ചെയ്തോ, നമ്മളാരും ഒന്നും പറയുന്നില്ല. നമ്മൾ വിത്ത് പ്രൂഫ്, അതായത് ഇതിൽ വന്നിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും പല ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും പറയുന്നത്. കഴിഞ്ഞ ഞാൻ വീഡിയോ 2-3 എണ്ണം ഇങ്ങനെ വരും എന്നും പറഞ്ഞ് ചെയ്ത സമയത്ത് എനിക്ക് ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല കാരണങ്ങളാൽ. അത് നിങ്ങൾ കണ്ടവർക്ക് അറിയാൻ മതിയാവും. ആ വീഡിയോ ഭയങ്കരമായിട്ട് റീച്ച് പോയിരുന്നു. അപ്പം അത് റിമൂവ് ചെയ്യാനുള്ള ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതുവരെ പറയാതെ ഇപ്പം പേരുകൾ സഹിതം പുറത്തോട്ട് വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ തീരുമാനിച്ചോ ഇതെന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ രീതിയിലും നാറിക്കൊണ്ടിരിക്കുകയാണ്. നാറാത്തത് സ്വന്തം മേല് ചാണകം തേച്ച് നടക്കുന്ന കുറച്ച് സംഖ്യകൾ മാത്രമാണ്. അവർക്ക്
ചാണകത്തിൽ വീണ് ചാണകം കുടിച്ചു ചാണകം തിന്ന് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് യഥാർത്ഥ നാറ്റം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലോകത്തിൻ്റെ മുമ്പിലും ഇന്ത്യയിലെ മറ്റുള്ള ആളുകളുടെ മുമ്പിലും മറ്റ് പാർട്ടിക്കാരുടെ മുമ്പിലും മൊത്തത്തിൽ നാറി നാണക്കല്ലെടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് എന്ന് ഒന്ന് സ്വയം ചിന്തിച്ചാൽ നന്നാവും.